സഹോദരങ്ങളെ, എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. ഇത് ഖുത്ബി റഹ്മഹുല്ലാഹിയുടെ പേരിലാണ്. ഞാനിപ്പോൾ വരുന്നത് ഖുത്ബി മഹാനവറുകൾ 40 കൊല്ലം ദർസ് നടത്തിയ നാട്ടിൽ ഒരു ക്ലാസ് എടുത്തിട്ടാണ്. ബഹുമാനപ്പെട്ടവർ പള്ളിയിൽ നിന്ന് ഈ റോഡിലേക്ക് അഭിമുഖമായി വരുമ്പോൾ അങ്ങേ ഭാഗത്തും ഇങ്ങേ ഭാഗത്തും ഹിന്ദുക്കളടക്കം ഇങ്ങനെ കാത്തു നിൽക്കുമത്രേ. അവരുടെ മുന്നിൽ നടന്നു പോകാനുള്ള ഒരു മടി, ബഹുമാനപ്പെട്ടവർ തിരിച്ച് ഗേറ്റിന്റെ അടുത്ത് വന്ന് തിരിച്ചു മടങ്ങുമ്പോഴാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. സത്യത്തിൽ ഇമാമുന ശാഫിഈ തങ്ങൾ പറയുന്നുണ്ട്, ലൗലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയുൻ എന്ന്. ആലിം വലിയ, ആലിം വലിയല്ലെങ്കിൽ പിന്നെ വലിയില്ല എന്നാണ്. ദൈവ മൗലവി എന്നത് അതിനർഹനായ ഒരാളാണ്. ഒരാൾക്ക് അവാർഡ് കൊടുക്കാമെങ്കിൽ ഇവിടെ വളരെ അർഹനായ ഒരാൾ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദാണെന്ന് ഞാൻ വളച്ചുകെട്ടില്ലാതെ പറയുകയാണ്. എൻ്റെ മുന്നിലുള്ളത്, എനിക്ക് തോന്നിയത് വളച്ചുകെട്ടില്ലാതെ പറയുന്ന ഒരു രീതിയാണ് എൻ്റേത്. ആ നിലയ്ക്ക് ഞാനത് പറയുകയാണ്. അദ്ദേഹവും ഞാനും പ്രത്യേകിച്ച് 2 സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. എന്നിട്ടും വളരെ ചാരിതാർത്ഥ്യത്തോടെയും വളരെ ആത്മാർത്ഥമായും എനിക്കത് പറയാൻ കഴിയും. അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. പണ്ഡിതന്മാർക്ക് 2 തരം അപജയം സംഭവിച്ചിരിക്കുന്നു. ഒന്നാമതായി പള്ളി ദർസിനെ നമ്മൾ കൊന്നുകളഞ്ഞു. പള്ളി ദർസിനെ കൊന്നുകളഞ്ഞത് അമീഖായ വിജ്ഞാനം സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണമായി. ബഹുമാനപ്പെട്ടവർ ഇരുത്തം ചെന്ന ഒരു പണ്ഡിതനാണ്. അതിന് കാരണം അടിസ്ഥാനപരമായി പള്ളി ദർസാണ്. വണ്ടൂരിലൂടെ പോകുമ്പോഴെല്ലാം ഞാനൊരു ഫാത്തിഹ ഓടാറുണ്ട്. എൻ്റെ മഹാനായ സദഖത്തുള്ള ഉസ്താദിന് അല്ലാഹു തആല അവരെയും നമ്മയും ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പക്ഷപാതിത്വമൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ ഞാൻ നന്മയുടെ പക്ഷത്താണ്. നിലവിലുള്ള രീതികളിലൊക്കെ ഞാൻ അശാന്തനുമാണ്. ഞാൻ സംതൃപ്തനല്ല. പണ്ഡിതന്മാർ തികച്ചും ഉത്തരവാദിത്തത്തിന് പുറകോട്ട് പോയിരിക്കുന്നു. അത് വളരെ വ്യക്തമായി പറയാതിരിക്കാൻ നിർവാഹമില്ല. സ്ഥാപനങ്ങൾ കേരളത്തിൽ കൂടരുതായിരുന്നു എന്നൊരഭിപ്രായമാണ് എന്റേത്. സ്ഥാപനങ്ങൾ കൂടിയത് വിജ്ഞാനം നശിക്കാൻ കാരണമായി. ഉലമാവിന്റെയും ഉമറായിന്റെയും പണി ഇപ്പോൾ ഉലമാവ് ചെയ്യുകയാണ്. അത് വളരെ ദൂരവ്യാപകമായ നാശം സമൂഹത്തിൽ ഉണ്ടാക്കും. എന്തു പേരാണെങ്കിലും, നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും, അല്ലെങ്കിലും മുമ്പും നിങ്ങൾ യോജിക്കുന്നത് നോക്കി പറഞ്ഞ ഒരാളല്ല ഞാൻ. അങ്ങനെയൊക്കെ പറയുകയാണ്. അത് വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. ഉലമാവിന്റെ ഉത്തരവാദിത്തം വളരെ അനേകമായ വിജ്ഞാനങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നടപ്പിൽ വരുത്തേണ്ട ഉത്തരവാദിത്തമാണ് ഉമറാഇന്റെ. നോക്കൂ, നിങ്ങൾ ബിദ്അത്ത് വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് അവർക്കൊരു ഭൗതിക സാഹചര്യമുണ്ട്. രണ്ടാമതായി മനുഷ്യർ മുഴുവനും നിഷേധികളാണ്. ഈ നിഷേധം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസവും നിഷേധമാണ്, ഒക്കെ നിഷേധമാണല്ലോ. ഈ ബിദ്അത്തിനെതിരെ അതിശക്തവും ഒറ്റക്കെട്ടുമായി രംഗത്ത് വരാൻ നമുക്ക് കഴിയണം. ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ താല്പര്യം നാം എടുക്കേണ്ടതാണ്. നമ്മൾ തമ്മിൽ സമസ്താന ഇങ്ങനെയൊക്കെയുള്ള സംഘടനകൾ, ഇനി ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാർ, ഇങ്ങനെയൊക്കെ വിവിധങ്ങളായ മൂവ്മെന്റ്സുകൾ ഇവിടെ കേരളത്തിലുണ്ട്. പക്ഷേ ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ധർമ്മത്തിൽ ഒരുമിച്ച് മുന്നേറുക എന്ന ഒരു താല്പര്യം നാം ചെയ്യേണ്ടതാണ്. അടിസ്ഥാനപരമായ സത്യം ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ വിഷയത്തിൽ വളരെ ഗൗരവം, വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു സേവനമാണ് ബഹുമാനപ്പെട്ട വന്യരായ നജീബ് ഉസ്താദ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകളെ അവരുടെ സംഘടനകളുടെയോ അവരുടെ ഉസ്താദുമാരുടെയൊക്കെ എന്നൊന്നും പരിഗണിക്കാതെ എല്ലാവരെയും ഉൾപ്പെടുത്തി വളരെ വിശാലവും വളരെ പ്രധാനപ്പെട്ടതുമായ ചില പരിപാടികൾ നടത്താൻ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് തയ്യാറായി. നേർക്കുനേർ പരിപാടികളൊക്കെ വലിയ വിജയം കാണുകയും ചെയ്തു. ഞാൻ ഇതുവരെ സദഖത്തുൽ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാതെ ഒരു പരിപാടി കോഴിക്കോട് നടത്തിയിട്ടില്ല. നിങ്ങളെല്ലാവരും ഉണ്ടാകാൻ വേണ്ടിയോ കാണാൻ വേണ്ടിയോ കേൾക്കാൻ വേണ്ടിയോ അല്ല. നിങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാനത് പറയും. എനിക്ക് നിങ്ങളൊന്നും അത്ര വലിയ വിഷയമല്ല. അതുകൊണ്ട് അഭിപ്രായക്കേടുകൾ സംഘടനാപരമായി ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ വിഷയത്തിൽ ഒരു യോജിച്ച ഒരു രീതി കൂടി കൊണ്ടുവരൽ നന്നായിരിക്കും. നമ്മളെ ഒരു മനസ്സ് നമ്മൾ വിശാലാക്കണം. ഏറ്റവും വലിയത് വിശാലമായ മനസ്സാണ്. ഈ പ്രാർത്ഥന
സയ്യിദുനാ മൂസ ഇതാണ് ഏറ്റവും വലുത്. നുസ്രത്തുൽ അനാമിൽ എന്നെ വിമർശിച്ച് ലേഖനം എഴുതി. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ നജീബ് ഉസ്താദിനെ വിളിച്ചു. ഞാൻ നജീബ് ഉസ്താദിനെ വിളിച്ചു. ബഹുമാനപ്പെട്ട സമദ് മൗലവി എന്ന മഹാനവർകളാണ് അത് ലേഖനം എഴുതിയതെന്നും എന്നോട് പറഞ്ഞു. ബാപ്പ എന്നോട് പറഞ്ഞു, സമദ് എന്റെ വലിയ ചങ്ങാതിയായിരുന്നു എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഞാൻ ആ വാക്ക് സ്വീകരിച്ചു, ഞാൻ ആ വാക്ക് ഉൾക്കൊണ്ടു. വളരെ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ്, അതൊക്കെ ശരിയായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒന്നാണ്. ഇത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ ഈ മുഖത്തെ പുഞ്ചിരി. നമ്മുടെ ലക്ഷ്യം ബഹുമാനപ്പെട്ട അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന ആശയമാണ്. എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് അബദ്ധം സംഭവിക്കുമ്പോൾ തീർച്ചയായും ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ നേതാക്കൾ തിരുത്തണം. ഇവരാരെന്ത് പറഞ്ഞാലും ഞാനത് സ്വീകരിക്കും. എന്തുകൊണ്ട്? ഇവരൊക്കെ നല്ലവരും പണ്ഡിതന്മാരും ഉത്തരവാദിത്ത ബോധമുള്ളവരും സമൂഹത്തിൽ നന്മ കാക്ഷിക്കുന്നവരുമാണ് എന്നുള്ള ആ ഒരു ബോധം എന്നും ഞാൻ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സദാർത്ഥ്യങ്ങളും ഈ പടയണിയായ ആലിമീങ്ങളും ഇവരെ മുന്നിലാക്കി മറ്റെന്തൊക്കെ അഭിപ്രായക്കേടുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് നന്മക്ക് വേണ്ടിയാകാം എന്ന് കരുതി മാറ്റിവെച്ച് യോജിക്കാവുന്ന തലങ്ങളിലൊക്കെ യോജിച്ച് നല്ല നിലക്ക് മുന്നോട്ട് പോകാം എന്ന് വളരെ താല്പര്യത്തോടെ അപേക്ഷിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി